നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നടക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പുരസ്കാരങ്ങളാണ്. അപ്പൊ കേരളത്തിലെ പ്രധാന പുരസ്കാരങ്ങൾ മിക്ക പരീക്ഷയ്ക്കും PSC ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേത് വയലാർ അവാർഡ് 2023 നൽകിയത് 47ാമത് വയലാർ പുരസ്കാരമാണ്. അപ്പൊ 2023 നൽകിയത് എത്രാമത്തെ വയലാർ പുരസ്കാരമാണ്? 47ാമത് വയലാർ പുരസ്കാരമാണ്. അപ്പൊ രണ്ട് രീതിയിൽ PSC ചോദിക്കാം. 2023 വയലാർ പുരസ്കാര ജേതാവ് ആര്, അല്ലെങ്കിൽ 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 47ാമത് വയലാർ പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 46ാമത് വയലാർ പുരസ്കാരം നേടിയത് S. ഹരീഷ് ആണ്, 2022. അപ്പൊ 2022 വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാലോ, 46ാമത് വയലാർ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാലോ ആരാണ്? S. ഹരീഷ്. ഇദ്ദേഹത്തിന്റെ മീശ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മീശ എന്ന നോവലിന്റെ രചയിതാവ് ആരാ? S. ഹരീഷ്. S. ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 46ാമത് വയലാർ പുരസ്കാരം 2022 ലഭിച്ചത്. 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. മീശ എന്ന നോവൽ S. ഹരീഷിന്റേതാണ്. S. ഹരീഷിന്റെ മറ്റു പ്രധാന കൃതികളാണ് അപ്പൻ. അപ്പൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? S. ഹരീഷ്. മാവോയിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആരാ? S. ഹരീഷ്. ആദം, രസവിദ്യയുടെ ചരിത്രം, ഓഗസ്റ്റ് 17, ഇതൊക്കെ S. ഹരീഷിന്റെ പ്രധാന കൃതികളാണ്. അപ്പൻ, ആദം, ഓഗസ്റ്റ് 17, മാവോയിസ്റ്റ്, രസവിദ്യയുടെ ചരിത്രം, മീശ എന്നിവ S. ഹരീഷിന്റെ പ്രധാന കൃതികളാണെന്ന് ഓർക്കുക. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്നോ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്നോ ചോദിച്ചാൽ PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഏത് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കവിത മാംസഭോജിയാണ്. അപ്പൊ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ കവിതാ സമാഹാരം ഏത് എന്ന് ചോദിച്ചാൽ കവിത മാംസഭോജിയാണ്. അതിന്റെ രചയിതാവ് ആരാണ്? PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണന്റെ മറ്റു പ്രധാന കവിതകളാണ് ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, മടിയരുടെ മാനിഫെസ്റ്റോ, അതിരപ്പിള്ളിക്കാട്ടിൽ, ഇടിക്കാലൂരി പനമ്പട്ടടി. ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ PN ഗോപികൃഷ്ണൻ. മടിയരുടെ മാനിഫെസ്റ്റോ PN ഗോപികൃഷ്ണൻ. അതിരപ്പിള്ളിക്കാട്ടിൽ PN ഗോപികൃഷ്ണൻ. ഇടിക്കാലൂരി പനമ്പട്ടടി PN ഗോപികൃഷ്ണൻ. ഓർക്കുക. 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആര്, അല്ലെങ്കിൽ 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അംബിക സുധൻ മാങ്ങാട്. അംബിക സുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അംബിക സുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. എങ്ങനെ ഓർക്കാം? അംബിക ഓടയിൽ വീണപ്പോൾ പ്രാണവായുവിനു വേണ്ടി കേണു എന്ന് ഓർത്താൽ മതി. അംബിക ഓടക്കുഴൽ, ഓടയിൽ വീണപ്പോൾ പ്രാണവായുവിനു വേണ്ടി കേണു. അത് മൂന്നോടെ കണക്ട് ആകും. ഇപ്പൊ ഈ അംബിക സുധൻ മാങ്ങാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? എൻ മഗജെ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറഞ്ഞ എൻ മഗജെ എന്ന നോവലിന്റെ രചയിതാവാണ് അംബിക സുധൻ മാങ്ങാട്. അംബിക സുധൻ മാങ്ങാടിന്റെ കൃതിയാണ് എൻ മഗജെ. വാലില്ലാത്ത കിണ്ടി ആരുടെ കൃതി? അംബിക സുധൻ മാങ്ങാട്. വാലില്ലാത്ത കിണ്ടി. ജീവിതത്തിന്റെ മുദ്ര ആരുടെ കൃതിയാണ്? അംബിക സുധൻ മാങ്ങാട്. എൻ മഗജെ, വാലില്ലാത്ത കിണ്ടി, ഇതൊക്കെ അംബിക സുധൻ മാങ്ങാടിന്റെ പ്രധാന കൃതികളാണ്. 51ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 51ാമത് 2021, 52 2022, 53 2023, അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിന്റെ ബുദിനി എന്ന കൃതിക്കാണ്. 51ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്?
സാറാ ജോസഫിന്റെ ബുദിനി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വള്ളത്തോൾ പുരസ്കാരം അവസാനം 2019 പ്രഖ്യാപിച്ചത്. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ, 2018 എം മുകുന്ദൻ. 2019 ലഭിച്ചത് പോൾ സക്കറിയയ്ക്കും 2018 ലഭിച്ചത് എം മുകുന്ദനും. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്ക്? പാലാ നാരായണൻ നായർ. ആദ്യത്തെ ജേതാവ് എപ്പോഴും ചോദിക്കാറുണ്ട് വള്ളത്തോൾ പുരസ്കാരം. പാലാ നാരായണൻ നായർക്കാണ് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2019 പോൾ സക്കറിയ, 2018 എം മുകുന്ദൻ. ആദ്യത്തെ ജേതാവ് ആരാണ്? പാലാ നാരായണൻ നായർ. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. വർഷം 1993. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ആദ്യത്തെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാര തുക ഇപ്പോൾ നിലവിൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 5 ലക്ഷം രൂപ. 2023 ജേതാവ് എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഒന്ന് ഓർത്തിരിക്കുക. അരക്കില്ലം എസ് കെ വസന്തൻ, എന്റെ ഗ്രാമം എന്റെ ജനത നോവലാണ്. ആരുടെ നോവൽ? എസ് കെ വസന്തന്റെ നോവൽ. നമ്മൾ നടന്ന വഴികൾ ആരുടെ കൃതിയാണ്? എസ് കെ വസന്തന്റെ കൃതിയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ്. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്, ഒരു കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഓർക്കുക. അരക്കില്ലം, എന്റെ ഗ്രാമം എന്റെ ജനത, നമ്മൾ നടന്ന വഴികൾ. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? സേതുവിനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെ? ചേക്കുട്ടി ഇമ്പോർട്ടന്റ് ആണ്. ചേക്കുട്ടി സേതുവിന്റെ കൃതി. മറുപിറവി, പേടി സ്വപ്നങ്ങൾ, പാണ്ഡവപുരം എന്നിവ സേതുവിന്റെ പ്രധാന കൃതികളാണ്. സേതുവിന്റെ ഫുൾ നെയിം എന്താ? എ സേതുമാധവൻ. ചേക്കുട്ടി, പേടി സ്വപ്നങ്ങൾ, മറുപിറവി, പാണ്ഡവപുരം എന്നിവ സേതുവിന്റെ പ്രധാന കൃതികളാണ്. 2021 പി വത്സലയുടെ നെല്ല് എന്ന കൃതി ഓർക്കുക. 2020 പോൾ സക്കറിയ. 21 പി വത്സല, 22 സേതു, 23 എസ് കെ വസന്തൻ. ആദ്യത്തെ ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രതിഭ റായിക്കാണ്. മെയിലാണ് പ്രഖ്യാപിച്ചത്. 2024 പ്രതിഭ റായിക്കാണ് ONV സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. 2023 പുരസ്കാരം സി രാധാകൃഷ്ണനാണ് ലഭിച്ചത്. സി രാധാകൃഷ്ണന്റെ കൃതികൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. പ്രധാന കൃതികൾ തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇതിൽ ആരായിരുന്നു പ്രതിപാദ്യ വിഷയം? എഴുത്തച്ഛനാണ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ. ഈ 2 കൃതികളാണ് എപ്പോഴും മാറി ചോദിക്കാറ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ, കാലം കാത്തുവെക്കുന്നത്, ഇനിയൊരു നിറകൺചിരി, സ്പന്ദമാപിനികളെ നന്ദി. ഇതൊക്കെ ആരുടെ കൃതികളാണ്? സി രാധാകൃഷ്ണന്റെ പ്രധാന കൃതികളാണ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മുൻപേ പറക്കുന്ന പക്ഷികൾ, കാലം കാത്തുവെക്കുന്നത്, ഇനിയൊരു നിറകൺചിരി, സ്പന്ദമാപിനികളെ നന്ദി. ഇതൊക്കെ സി രാധാകൃഷ്ണന്റെ പ്രധാന കൃതികളാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് സി രാധാകൃഷ്ണൻ. 2024 പ്രതിഭ റായി. അടുത്തത് പത്മപ്രഭാ പുരസ്കാരം. 2023 പത്മപ്രഭാ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത്. 2020 പത്മപ്രഭാ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കും 2019 സന്തോഷ് ഏച്ചിക്കാനത്തിനുമാണ് ലഭിച്ചത്. അപ്പൊ 2023 സുഭാഷ് ചന്ദ്രൻ, 2020 ശ്രീകുമാരൻ തമ്പി, 2019 സന്തോഷ് ഏച്ചിക്കാനം. ഇടയ്ക്കൊന്നും പ്രഖ്യാപിച്ചില്ല, അതുകൊണ്ടാണ് ഈ വർഷങ്ങൾ മാത്രം പറഞ്ഞത്. പത്മപ്രഭാ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂറിനാണ് ആദ്യമായിട്ട് പത്മപ്രഭ
പുരസ്കാരം ലഭിക്കുന്നത്. 2023 സുഭാഷ് ചന്ദ്രൻ, 2020 ശ്രീകുമാരൻ തമ്പി, 2019 സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ബിരിയാണി. അടുത്തത് രാജാ രവിവർമ്മ പുരസ്കാരം. രാജാ രവിവർമ്മ പുരസ്കാരം ആരായിരുന്നു? രാജാ രവിവർമ്മ ചിത്രകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാ രവിവർമ്മ പുരസ്കാരം എന്തിനാ നൽകുന്നത്? ചിത്രശില്പകലാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ചിത്രശില്പകലാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഏത്? രാജാ രവിവർമ്മ പുരസ്കാരം. 2022 രാജാ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർക്കാണ് ലഭിച്ചത്. സുരേന്ദ്രൻ നായർ. 2019 BD ദത്തൻ, 2018 പാരീസ് വിശ്വനാഥൻ. അപ്പൊ ഇടയ്ക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ വർഷങ്ങൾ മാത്രം പറഞ്ഞത്. 2022 സുരേന്ദ്രൻ നായർ, 2019 BD ദത്തൻ, 2018 പാരീസ് വിശ്വനാഥൻ. ആദ്യമായിട്ട് ഈ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? KG സുബ്രഹ്മണ്യത്തിനാണ് ആദ്യമായിട്ട് രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടുന്നത്. ഇപ്പൊ ചിത്രശില്പകലാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ. 2022 സുരേന്ദ്രൻ നായർ, 2019 BD ദത്തൻ, 2018 പാരീസ് വിശ്വനാഥൻ. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 സക്കറിയയ്ക്കാണ് ലഭിച്ചത്. 2022 സേതുവിനാണ് ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് സക്കറിയയ്ക്കും 2022 ലഭിച്ചത് സേതുവിനുമാണ്. ആദ്യത്തെ ജേതാവ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാ? തിക്കോടിയനാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ ആദ്യത്തെ ജേതാവാര്? തിക്കോടിയൻ. 2023 സക്കറിയ, 2022 സേതു. ഓർക്കുക. അടുത്തത് ഹരിവരാസനം പുരസ്കാരം. 2024, 23, 22 റിപ്പീറ്റിംഗ് ചോദ്യം. ഹരിവരാസനം പുരസ്കാരം 2024 PK വീരമണിദാസനാണ് ലഭിച്ചത്. PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്. ആലപ്പി ശ്രീകുമാരൻ PK വീരമണിദാസൻ. 2024, 23, 22 PK വീരമണിദാസൻ, ശ്രീകുമാരൻ തമ്പി, ആലപ്പി രംഗനാഥ് എന്നിവർക്കാണ് ഹരിവരാസന പുരസ്കാരം 2024, 23, 22 എന്നിവ ലഭിച്ചത്. അടുത്തത് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2023. ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പുരസ്കാരങ്ങളും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ റിപ്പീറ്റിംഗ് ചോദ്യം. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് വിയപുരം ചുണ്ടനായിരുന്നു. രണ്ടാം സ്ഥാനം ലഭിച്ചത് ചമ്പക്കുളം ചുണ്ടനാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം വിയപുരം ചുണ്ടൻ, രണ്ടാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2023 ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയായിരുന്നു ഭാഗ്യചിഹ്നം. ജേതാവ് വിയപുരം ചുണ്ടൻ, രണ്ടാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടൻ. 2022 നെഹ്റു ട്രോഫി വള്ളംകളി, അതായത് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളുടെ പേരും കൂടി ഒന്ന് ഓർക്കുക. മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. 69ാമത് വിയപുരം ചുണ്ടൻ, രണ്ടാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നെഹ്റു ട്രോഫി വള്ളംകളി, ഹരിവരാസനം പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, രാജാ രവിവർമ്മ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ONV സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുടൽ പുരസ്കാരം, വയലാർ അവാർഡ് എന്നിവ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു പോവുക, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഉത്തരം എഴുതിക്കോളാം.
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.